വെരി ഗുഡ് മോർണിംഗ്. 24 എല്ലാ പ്രേക്ഷകർക്കും 100 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും അക്രമങ്ങളും തടയാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന്. യോഗം രാവിലെ 10 മണിക്ക്. ലഹരി ഉപയോഗം തടയാൻ കർമ്മ പദ്ധതി തയ്യാറാക്കും. വിദ്യാർത്ഥി യുവജന സംഘടനകളും സിനിമ, സാംസ്കാരിക മാധ്യമ മേഖലകളിലെ സംഘടനകളും അധ്യാപക സംഘടനകളും പങ്കെടുക്കും. അക്രമങ്ങൾക്കും ലഹരിക്കുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്ര എറണാകുളം ജില്ലയിൽ 3-ാം ദിനം. പ്രത്യേക മോർണിംഗ് ഷോ തൃപ്പൂണിത്തുറയിൽ നിന്ന്. ഇന്നത്തെ പര്യടനം സമാപിക്കുന്നത് രാത്രി 7 മണിക്ക് അങ്കമാലിയിൽ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരം 49-ാം ദിവസത്തിലേക്ക്. നാളെ മുടിമുറിച്ച് പ്രതിഷേധം. സമരക്കാരെ സർക്കാർ പരിഗണിക്കാത്തതിനാൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം. കേരള യൂണിവേഴ്സിറ്റി MBA പരീക്ഷയുടെ ഉത്തരക്കടലാസ് കാണാതായതിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ DGPക്ക് നൽകിയ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തും. ചൊവ്വാഴ്ച ചേരുന്ന പ്രത്യേക യോഗത്തിൽ പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കും. മ്യാൻമാർ ബാങ്കോക്ക് ഭൂചലനത്തിൽ മരണം 1600 കടന്നു. 1644 പേർ മരിച്ചതായി വിവരം. 3000-ലധികം പേർക്ക് പരുക്ക്. മാൻഡലെ നഗരത്തിൽ മാത്രം 1200 ബഹുനില കെട്ടിടങ്ങൾ തകർന്നു. മരണം 10,000 കടന്നേക്കുമെന്ന് US ജിയോളജിക്കൽ വകുപ്പ്. സഹായമെത്തിക്കാൻ ഓപ്പറേഷൻ ബ്രഹ്മയുമായി ഇന്ത്യ. സഹായവുമായി 2 വിമാനങ്ങൾ കൂടി മ്യാൻമറിലെത്തി. യാക്കോബായ സുറിയാനി സഭയുടെ പുതിയ കാതോലിക്ക ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് ബാവയുടെ സ്ഥാനാരോഹണം ഇന്ന്. ചടങ്ങുകൾ ഉച്ചകഴിഞ്ഞ് 3:30 പുത്തൻകുരിശ് അത്തനേഷ്യസ് കത്തീഡ്രൽ പള്ളിയിൽ. വലിയ മെത്രാപ്പോലിത്ത എബ്രഹാം മോർസേവേറിയോസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് 1:30 നെടുമ്പാശ്ശേരിയിലെത്തുന്ന ബാവയ്ക്ക് വൻ സ്വീകരണമൊരുക്കും. ഇൻസ്റ്റഗ്രാമിൽ ഹലോ അയച്ചതിന്റെ പേരിൽ ആലപ്പുഴ പൂച്ചാക്കലിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2-3 പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മുഖ്യപ്രതി അരൂക്കുറ്റി സ്വദേശി പ്രഭാജിത്തും 2 കൂട്ടുപ്രതികളും നേരത്തെ പിടിയിലായിരുന്നു. കേസിൽ പ്രഭാജിത്തിന്റെ സുഹൃത്ത് മേരി സെലീന അറസ്റ്റ്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ചെറിയ പെരുന്നാൾ. ഒമാനിൽ പെരുന്നാൾ നാളെ. പെരുന്നാളിനോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികളുമായി ഗൾഫ് രാജ്യങ്ങൾ. കേരളത്തിൽ ഈദ് ഉൽ ഫിത്തർ എന്നാണെന്ന് ഇന്നറിയാം. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകളാണ്. സംസ്ഥാനത്തെ മികച്ച വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്ത് മന്ത്രി വി ശിവൻകുട്ടി. തൊഴിലുടമയെയും തൊഴിലാളിയെയും ബുദ്ധിമുട്ടിക്കുന്ന നയമല്ല സർക്കാരിന്റേതെന്ന് മന്ത്രി. സംസ്ഥാനത്ത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. മാർച്ചിൽ 24,000 കോടി രൂപയിലധികം ബില്ലുകൾ പാസാക്കിയതായി ധനമന്ത്രി പറഞ്ഞു. 26,000 ബില്ലുകളിൽ നിന്ന് 24,000 ബില്ലുകൾ പാസാക്കാൻ കഴിഞ്ഞെന്ന് മന്ത്രി. നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനായ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ ജില്ലാതല ഉദ്ഘാടനം തിരൂർ SSM പോളിടെക്നിക് കോളേജിൽ നടന്നു. സബ് കളക്ടർ ദിലീപ് K. കൈനിക്കര ഉദ്ഘാടനം ചെയ്തു. 600-ലധികം വിദ്യാർത്ഥികൾ അണിനിരന്ന് ലഹരിക്കെതിരെ മനുഷ്യച്ചങ്ങല തീർത്തു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന വൃത്തി 2025 ദ ക്ലീൻ കേരള കോൺക്ലേവിനോടനുബന്ധിച്ച് ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാല മാലിന്യമുക്ത നവകേരളം കോർഡിനേറ്റർ KK രവി ഉദ്ഘാടനം ചെയ്തു. എറണാകുളം പ്രസ് ക്ലബ് സെക്രട്ടറി ഷജിൽ കുമാർ അധ്യക്ഷനായി. KSSPUവിന്റെ 33-ാം ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു. സമ്മേളനം ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ ഉദ്ഘാടനം ചെയ്തു. ലോക സാമ്പത്തിക ഫോറത്തിന് കീഴിലുള്ള യുവജന സംഘടനയായ ഗ്ലോബൽ ഷേപ്പേഴ്സിന്റെ സ്പൈസ് കോസ്റ്റ് റീട്രീറ്റ് തിരുവനന്തപുരത്ത് നടന്നു. 5 രാജ്യങ്ങളിൽ നിന്നായി 44 പ്രതിനിധികൾ പങ്കെടുത്തു. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ഹബ്ബുകൾ സംയുക്തമായാണ് സംഗമം സംഘടിപ്പിച്ചത്. തൃശൂർ മാള കോൺഗ്രസ് പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ പറമ്പിൽ സ്ഥാപിക്കുന്ന MCF പദ്ധതിക്കെതിരെ ഉപവാസ സമരവുമായി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PD ജോസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ ജിയോ കൊടിയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NS വിജയൻ മുഖ്യാതിഥിയായി. മരത്തിൽ നിന്ന് വീണ ഗൃഹനാഥന് ദാരുണാന്ത്യം. മരിച്ചത് പാലക്കാട് മംഗലം ഡാം കരിങ്കയം സ്വദേശി രവീന്ദ്രനാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബഹുനില കെട്ടിടം മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ 6,000 കോടിയുടെ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കിയെന്ന് മന്ത്രി.
സംസ്ഥാനത്തെ 2 ആശുപത്രികൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോഴിക്കോട് മക്കട ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് NQAS അംഗീകാരവും കോഴിക്കോട്ടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്ക് മുസ്കാൻ അംഗീകാരവും ലഭിച്ചു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 117 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 128 പേർ അറസ്റ്റിലായി. വ്യാപകമായി നിരോധിത മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു. 18 നഴ്സുമാർക്ക് ജർമ്മൻ വർക്ക് പെർമിറ്റ് കൈമാറി നോർക്ക റൂട്ട്സ്. സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ചു വേണം നഴ്സുമാർ വിദേശ യാത്ര ചെയ്യേണ്ടതെന്ന് നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ. തിരുവനന്തപുരത്തെ വെമ്പായം ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ച് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ. മാലിന്യമുക്ത കേരളത്തിനായി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും മന്ത്രി. വിദേശയാത്രയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കാനായി നോർക്കയുടെ ശുഭയാത്ര വായ്പാ പദ്ധതിയുടെ നടത്തിപ്പിനായി മലപ്പുറത്തെ കേരള സംസ്ഥാന പ്രവാസി ക്ഷേമ വികസന സഹകരണ സംഘവുമായി നോർക്ക കരാർ കൈമാറി. റൺവേ കാർപ്പറ്റിംഗ് അതിവേഗം പൂർത്തിയാക്കി റെക്കോർഡിട്ട് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. 75 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കിയത് 3.4 കിലോമീറ്റർ റൺവേ കാർപ്പറ്റിംഗ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് EMS ഹാളിൽ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷ സംഘാടക സമിതി രൂപീകരണം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ് സംഘാടക സമിതി രൂപീകരണം ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി എന്റെ കേരളം പ്രദർശന വിപണന മേള മെയ് 17 മുതൽ 23 വരെ തിരുവനന്തപുരം കനകക്കുന്ന് പാലസിൽ സംഘടിപ്പിക്കും. സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും വിവിധ പദ്ധതികളും അവതരിപ്പിക്കുന്ന മേളയിൽ പൊതുജനങ്ങൾക്ക് വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ ലഭ്യമാകും. വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് KSEBക്ക് ടെൻഡർ ഇളവ് അനുവദിച്ച് സർക്കാർ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന ബോർഡ് ഫോർ പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷന്റെ അപേക്ഷ അംഗീകരിച്ചാണ് സർക്കാർ ഉത്തരവ്. കാട്ടാൽ പുസ്തകമേളയോടനുബന്ധിച്ച് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ ഏപ്രിൽ 17 മുതൽ 25 വരെ കാട്ടാൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ആദ്യ എഡിഷൻ നടക്കും. തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ സിനിമാ കൊട്ടകയിലാണ് മേള. തിരുവനന്തപുരം തൈക്കാട് മോഡൽ HSLP സ്കൂളിന്റെ 50ാം വാർഷികാഘോഷം പ്രഗതി ആഘോഷിച്ചു. സ്കൂൾ അങ്കണത്തിൽ ചേർന്ന പൊതുയോഗം VK പ്രശാന്ത് MLA ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 സംസ്ഥാനത്ത് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് V മുരളീധരൻ. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ സമീപനം നിരാശാജനകമെന്നും മുൻ കേന്ദ്രമന്ത്രി. സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം ഇന്ന്. സർക്കാർ നിശ്ചയിച്ച 13 മാനദണ്ഡങ്ങളിൽ ഓരോന്നിലും 80% പുരോഗതി കൈവരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നത്. മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി മുളവുകാട് ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ NSK ഉമേഷ്. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന അറിയിപ്പുകൾ. എറണാകുളം കോതമംഗലം പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസ് നാളെ 31-നും പ്രവർത്തിക്കും. നികുതി അടയ്ക്കാനുള്ളവർക്ക് സേവനം ഉപയോഗിക്കാം. തൃശൂർ കൊരട്ടി ഇളഞ്ചേരിയിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. നിയന്ത്രണം രാവിലെ 9 മുതൽ 5 വരെ. തൃശൂർ ചെമ്പൂക്കാവിലെ ജല അതോറിറ്റി ഓഫീസിൽ ഇന്നും നാളെയും വെള്ളക്കരം അടയ്ക്കാം. രാവിലെ 10:15 മുതൽ ഉച്ചകഴിഞ്ഞ് 3 മണി വരെ വെള്ളക്കരം സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് പുതിയടത്ത് താഴം ചിറക്കുഴി പാവയിൽ റോഡിന്റെ BC പ്രവൃത്തികൾ നടക്കുന്നതിനാൽ വാഹന ഗതാഗതം നിരോധിച്ചു. പുതിയടത്ത് താഴം വഴി ചിറക്കുഴി വരെ പോകുന്ന വാഹനങ്ങൾ ചേളന്നൂരിൽ നിന്ന് വഴിതിരിഞ്ഞു പോകാൻ നിർദ്ദേശം. ബിൽ കുടിശ്ശിക നിവാരണത്തിന് ജല അതോറിറ്റിയുടെ കണ്ണൂർ, പയ്യന്നൂർ, ഇരിക്കൂർ, തളിപ്പറമ്പ് സബ് ഡിവിഷണൽ ഓഫീസുകൾ ഇന്നും നാളെയും പ്രവർത്തിക്കും. സേവനം ഉപയോഗിക്കാമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ.
NB കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാരം, ഡോക്ടർ KM ജോർജ് സ്മാരക ഗവേഷണ പുരസ്കാരം, MP കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരം എന്നിവയ്ക്കായി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കൃതികൾ ക്ഷണിച്ചു. മെയ് 31-നകം ഡയറക്ടർ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, നളന്ദ, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ മാർഗമോ ലഭിക്കണം. മലപ്പുറം പുഴക്കാട്ടീരി ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറുടെ ഒഴിവ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഏപ്രിൽ 3 രാവിലെ ITIയിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ 2025-26 അക്കാദമിക വർഷം മുതൽ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആരംഭിക്കും. പ്രോഗ്രാമിലേക്ക് ആകെ അനുവദിച്ചിരിക്കുന്നത് 50 സീറ്റ്. സ്കോൾ കേരള സംസ്ഥാന ഓഫീസിലെ സ്വീപ്പർ തസ്തികയിലെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ഏപ്രിൽ 15 മുൻപ് അപേക്ഷകൾ അയക്കണം. ദേശീയ വാർത്തകൾ. ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിന്റെ നവീകരണത്തിൽ ആശങ്കകൾ ഉന്നയിച്ച് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധി നൽകിയ അപ്പീൽ സുപ്രീംകോടതി ഏപ്രിൽ 1 പരിഗണിക്കും. തുഷാർ ഗാന്ധി സുപ്രീംകോടതിയെ സമീപിച്ചത് 2022 സെപ്റ്റംബർ 8 ഗുജറാത്ത് ഹൈക്കോടതി വിധിക്കെതിരെ. ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലുണ്ടായ കൂട്ടബലാത്സംഗ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. പിടിയിലായവരിൽ ഇരയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ആളും. ചണ്ഡീഗഡിലെ സംഗീത പരിപാടിക്കിടെ കുത്തേറ്റ വിദ്യാർത്ഥി മരിച്ചു. പഞ്ചാബ് സർവകലാശാലയുടെ സൌത്ത് ക്യാമ്പസിൽ നടന്ന സംഗീത പരിപാടിയിൽ അജ്ഞാതരുടെ കുത്തേൽക്കുകയായിരുന്നു. പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്ത്. ഉത്തർപ്രദേശിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ഫീസ് അടയ്ക്കാത്തതിനാൽ വാർഷിക പരീക്ഷ എഴുതാൻ നിഷേധിച്ചതിനെ തുടർന്ന് കമല ശരൺ യാദവ് ഇന്റർ കോളേജിലെ വിദ്യാർത്ഥിയായ റിയ പ്രജാപതിയാണ് മരിച്ചത്. സുരക്ഷിതമല്ലാത്ത റോഡുകളുടെ പട്ടികയിൽ 5ാം സ്ഥാനത്ത് ഇന്ത്യ. ഏറ്റവും സുരക്ഷിതമായ റോഡുകളുള്ള രാജ്യം നോർവേ. ദക്ഷിണാഫ്രിക്ക തുടർച്ചയായ 2ാം വർഷവും അവസാന സ്ഥാനത്ത്. ബംഗളൂരു പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റിയുടെ പബ്ലിക് പ്ലേസ് സേഫ്റ്റി ഓഡിറ്റ് റിപ്പോർട്ട് പുറത്ത്. ശരിയായ ബസ് സ്റ്റാൻഡുകൾ, സ്ത്രീകൾക്കുള്ള ടോയ്ലറ്റുകൾ, വെളിച്ചമുള്ള പാർക്കുകൾ എന്നിവ കാലത്തിന്റെ ആവശ്യമെന്ന് റിപ്പോർട്ടിൽ. ചൈത്ര രാമനവമി ദിനത്തിൽ ഉത്തർപ്രദേശിലെ ക്ഷേത്രങ്ങളിൽ മുടങ്ങാതെ രാമചരിതമാനസ് പാരായണം ചെയ്യണമെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ക്ഷേത്രങ്ങളിൽ ആവശ്യമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി UP സർക്കാർ. ഗുജറാത്തിലെ സൂററ്റിൽ മനുഷ്യത്വരഹിതമായി പ്രതികളോട് പെരുമാറിയതിന് പോലീസുകാർക്കെതിരെ ഗുജറാത്ത് കോടതി കേസെടുത്തു. സ്വകാര്യ ഭാഗങ്ങളിൽ മുളകുപൊടി തേച്ചെന്നും ബെൽറ്റ് ഉപയോഗിച്ച് തല്ലിയെന്നും പ്രതികളുടെ മൊഴി. 4 പോലീസുകാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. നവരാത്രിയുടെ 9 ദിവസങ്ങളിൽ വാരണാസിയിൽ മാംസവിൽപ്പന നിരോധിച്ചു. തീരുമാനം മേയർ അശോക് തിവാരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ. നവരാത്രിക്കായി തയ്യാറെടുക്കാൻ ക്ഷേത്രങ്ങൾക്ക് നിർദ്ദേശം. അസം എഴുത്തുകാരൻ ദിൽവാർ ഹുസൈൻ മുജുംദാറിനെ ജാമ്യത്തിൽ വിട്ടു. ഒരു പൊതുമേഖലാ ബാങ്കിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരായ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിന് 2 തവണ അറസ്റ്റിലായിരുന്നു. സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കമ്രയ്ക്കെതിരെ 3 FIR കൂടി രജിസ്റ്റർ ചെയ്തു. നടപടി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെക്കെതിരായ പരാമർശങ്ങളിൽ ഷിൻഡെയെ രാജ്യദ്രോഹി എന്ന് വിളിച്ചത് വിവാദമായിരുന്നു. തെലങ്കാനയിൽ വാഹനാപകടത്തിൽ മുംബൈ തുറമുഖ DCP സുധാകർ പതാരെ അന്തരിച്ചു. പതാരയുടെ കാറിൽ ബസ്സിടിച്ചായിരുന്നു അപകടം. കൂടെയുണ്ടായിരുന്നയാളും മരിച്ചു. വിദ്യാർത്ഥികളുടെ അനുചിതമായ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലിനെതിരെ പൂനെയിലെ സ്കൂൾ മാതാപിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. കുട്ടികളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലെ ഉള്ളടക്കം കർശനമായി പരിശോധിക്കണമെന്ന് നിർദ്ദേശം. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ ജാമ്യം തേടി പ്രതിയായ മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം. തനിക്കെതിരെ തെറ്റായ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും ജാമ്യാപേക്ഷയിൽ പ്രതി. ഉത്തർപ്രദേശിൽ ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥൻ അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചു. പ്രയാഗ്രാജിലെ കന്റോൺമെന്റ് ഏരിയയിലാണ് സംഭവം. വ്യോമസേന സിവിൽ എഞ്ചിനീയർ SN മിശ്രയാണ് കൊല്ലപ്പെട്ടത്. ഇനി രാജ്യാന്തര വാർത്തകളാണ്. ഈ മാസം 18-ന് ഇസ്രായേൽ ഹമാസുമായുള്ള വെടിനിർത്തൽ ലംഘിച്ചതിനു ശേഷം ഗസയിൽ നടന്ന ആക്രമണങ്ങളിൽ 921 പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. 2054 പേർക്ക് പരിക്കേറ്റു. കിഴക്കൻ യുക്രൈൻ നഗരമായ ദിനിപ്രോയിൽ റഷ്യൻ ഡ്രോൺ ആക്രമണം. 4 പേർ കൊല്ലപ്പെട്ടു, 21 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്ക് കേടുപാട്.
ഡെൽറ്റ എയർ വിമാനവും US വ്യോമസേനാ ജെറ്റും കൂട്ടിയിടിയിൽ നിന്ന് ഒഴിവായത് തലനാരിഴയ്ക്ക്. സംഭവം റീഗൻ വാഷിംഗ്ടൺ നാഷണൽ എയർപോർട്ടിന് സമീപം. US FIA അന്വേഷിക്കും. US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഔദ്യോഗികമായി അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശേഷിക്കുന്ന ജീവനക്കാരെ പിരിച്ചുവിടുമെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റുമായി ഏജൻസിയെ ലയിപ്പിക്കുമെന്നും അറിയിപ്പ്. ജൂലൈ 1 മുതൽ എല്ലാ USAID പ്രവർത്തനങ്ങളും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പൂർണ്ണമായി മാറ്റുമെന്നും ട്രംപ്. ഫിലിപ്പൈൻസുമായുള്ള സൈനിക പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ അമേരിക്ക. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ ആക്രമണത്തിനെതിരെ പ്രതിഷേധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് നയം വ്യക്തമാക്കിയത് ഫിലിപ്പൈൻസ് സന്ദർശന വേളയിൽ. പുതിയ യുദ്ധക്കപ്പലുകൾ വാങ്ങാൻ റൊമേനിയ. കരിങ്കടലിലും നേറ്റോയിലും ശക്തി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് നടപടി. നേപ്പാൾ കലാപത്തിന്റെ നാശനഷ്ടങ്ങൾ വിലയിരുത്തി കാഠ്മണ്ഡു മെട്രോപൊളിറ്റൻ സിറ്റി. രാജവാഴ്ചയെ അനുകൂലിക്കുന്ന പ്രതിഷേധക്കാർ വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് മുൻ രാജാവ് സയനേന്ദ്ര ഷായ്ക്ക് പിഴ ചുമത്തി കാഠ്മണ്ഡു മെട്രോപൊളിറ്റൻ സിറ്റി. 7,93,000 നേപ്പാളി രൂപയാണ് പിഴ ചുമത്തിയത്. ചോഡേ ജാത്ര കുതിരപ്പന്തയ ദിനം ആഘോഷിച്ച നേപ്പാൾ. കാഠ്മണ്ഡുവിലെ ആർമി പവലിയനിൽ രാഷ്ട്രതലവന്മാരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ നടക്കുന്ന വംശഹത്യക്കെതിരെ ആഗോള ഇടപെടൽ വേണമെന്ന് ബലൂച്ച് ആക്ടിവിസ്റ്റ് മഹാൻ ബലൂച്ച്. വെളിപ്പെടുത്തൽ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൌൺസിലിന്റെ 58ാമത് സമ്മേളനത്തിൽ. മേഖലയിൽ പാക് ഭരണകൂടം നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ നിർണായക നടപടി വേണമെന്ന് ആവശ്യം. അമേരിക്കയുടെ താരിഫ് പ്രഖ്യാപനത്തിന് പിന്നാലെ ആഗോള വാഹന നിർമ്മാതാക്കളുടെ ഓഹരികൾ ഇടിഞ്ഞു. വാഹന കയറ്റുമതി മേഖലയിൽ തൊഴിൽ പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയെന്ന് വിദഗ്ധർ. അമേരിക്കയിലെ എക്സിക്യൂട്ടീവ് ഉത്തരവ് പാലിക്കാൻ US ഗവൺമെന്റുമായി കരാറുള്ള കമ്പനികളും ബാധ്യസ്ഥരെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപ് നയം വ്യക്തമാക്കിയത് ഫ്രഞ്ച് കമ്പനികളെ ഉദ്ദേശിച്ച്. എക്സിനെ ഇലോൺ മസ്കിന്റെ XAI ഏറ്റെടുത്തത് $33 ബില്യൺ. XAIയുടെയും എക്സിന്റെയും ഭാവികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് ഇലോൺ മസ്ക്. പാനമ കനാലിനടുത്തുള്ള തുറമുഖങ്ങൾ ബ്ലാക്ക് റോക്കിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പിന് വിൽക്കാൻ ഹോങ്കോങ് കമ്പനിയായ CK ഹച്ചിസൺ. പദ്ധതിയെ എതിർത്ത് ചൈന. ചൈനീസ് സിവിൽ ഏവിയേഷൻ വ്യവസായത്തെ തകിടം മറിച്ച് എണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലും വിനിമയ നിരക്കിലെ ചാഞ്ചാട്ടവും. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഈസ്റ്റേൺ എയർലൈൻസ് പ്രവർത്തന സമ്മർദ്ദം നേരിടുന്നതായി അധികൃതർ. ബജറ്റ് കമ്മി നിയന്ത്രിക്കാൻ കോർപ്പറേറ്റ് ലാഭത്തിന്മേലുള്ള നികുതി വർദ്ധിപ്പിച്ച് റഷ്യൻ സർക്കാർ. റഷ്യയിലെ എണ്ണ പൈപ്പ്ലൈൻ കുത്തകയായ ട്രാൻസ് നെഫ്റ്റിന്റെ നികുതി 40% ഉയർത്തി. 6 മാസം കൂടി ലെബനന് ഇന്ധനം നൽകാൻ ഇറാഖ്. ലെബനന്റെ രൂക്ഷമായ വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്നതിനായി കരാർ പുതുക്കി. ഇറ്റലിയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായ യൂണിക്രെഡിറ്റിന് ബാൻകോ BPM വാങ്ങാൻ അനുമതി നൽകി യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്. അനുമതി 14 ബില്യൺ യൂറോയുടെ ഓൾ ഷെയർ ഓഫറിനായി. വിവോ X200 അൾട്ര ഉടൻ വിപണികളിലെത്തും. വിവോ X200 iPhone 16 Pro Maxുമായി താരതമ്യം ചെയ്തുള്ള ചിത്രം പങ്കുവച്ച് കമ്പനി. സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് ചിപ്പ് സെറ്റിൽ പ്രവർത്തിക്കുന്ന ഹാൻഡ്സെറ്റ് എത്തുന്നത് 200 മെഗാപിക്സൽ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയുമായി. ഏപ്രിലിൽ കാറുകളുടെ വില വർദ്ധിപ്പിക്കാൻ മാരുതി. വില കൂട്ടുന്നത് 11 മാസത്തിനിടെ 3ാം തവണ. കാറുകൾക്ക് 4% വരെ വില ഉയരാൻ സാധ്യത. തെലങ്കാനയിൽ നിർമ്മാണ പ്ലാന്റ് ആരംഭിക്കാൻ ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ BYD. കരാർ ഉടൻ ഒപ്പിടുമെന്ന് സൂചന. കായിക വാർത്തകൾ. ISLൽ മുംബൈ FCയെ തകർത്ത് ബംഗളൂരു FC സെമിയിൽ. ബംഗളൂരുവിന്റെ ജയം. എതിരില്ലാത്ത 5 ഗോളിന്. സെമിയിൽ ബംഗളൂരു FC ഗോവയെ നേരിടും. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചതിരിഞ്ഞ് 3:30 നടക്കുന്ന മത്സരത്തിൽ ഡൽഹി ഹൈദരാബാദിനെ നേരിടും. 2ാം ജയമാണ് ഇരു ടീമുകളുടെയും ലക്ഷ്യം. രാത്രി 7:30 നടക്കുന്ന 2ാം മത്സരത്തിൽ രാജസ്ഥാന്റെ എതിരാളികൾ ചെന്നൈയാണ്. ആദ്യ 2 മത്സരങ്ങളും തോറ്റ രാജസ്ഥാൻ ആദ്യ ജയം ലക്ഷ്യമിട്ടിറങ്ങുമ്പോൾ 2ാം ജയത്തിനായി ചെന്നൈ കളത്തിലെത്തും.
ന്യൂസിലാൻഡിനായി അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ അർദ്ധ സെഞ്ചുറി നേടി ഓൾറൗണ്ടർ മുഹമ്മദ് അബ്ബാസ്. പാകിസ്ഥാനെതിരെ നടന്ന മത്സരത്തിൽ ഏറ്റവും കുറഞ്ഞ പന്തുകളിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന താരമെന്ന നേട്ടമാണ് അബ്ബാസ് സ്വന്തമാക്കിയത്. 20 IPL ഇന്നിംഗ്സുകളിൽ നിന്ന് 1000 റൺസ് എടുത്തതോടെ പുതിയ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ശുഭ്മാൻ ഗിൽ. ഇതോടെ ഒരു വേദിയിൽ ഏറ്റവും വേഗത്തിൽ 1000 റൺസ് തികയ്ക്കുന്ന ഇന്ത്യൻ താരമായി ഗിൽ. ബ്രസീലിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്ന് ഡോറിവൽ ജൂനിയർ പുറത്ത്. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ചിരവൈരികളായ അർജന്റീനയോട് കനത്ത തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷന്റെ നടപടി. ഇനി കലാ, സാംസ്കാരിക, സിനിമാ വാർത്തകൾ. എമ്പുരാനിലെ കാവലായി ശേഖവർ എന്ന ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോ പുറത്ത്. മുരളി ഗോപിയുടെ വരികൾക്ക് ദീപക് ദേവാണ് ഈണം പകർന്നത്. ജോബ് കുര്യറാണ് ആലാപനം. ഫയർ സർവീസ് അസോസിയേഷൻ നിർമ്മിച്ച ഡയൽ 101 സ്റ്റാർ എന്ന വീഡിയോ ആൽബം ഫയർ സർവീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷജിൽ കുമാർ പ്രകാശനം ചെയ്തു. പൂർണ്ണമായും ഫയർഫോഴ്സ് ജീവനക്കാരാണ് ഗാനം എഴുതിയതും പാടിയതും അഭിനയിച്ചതും. മുക്കം സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് വീഡിയോ നിർമ്മിച്ചത്. ഷെയ്ൻ നിഗമും ശന്തനു ഭാഗ്യരാജും പ്രധാന വേഷത്തിലെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രം ഓഗസ്റ്റ് 29-ന് ഓണം റിലീസായി തിയേറ്ററുകളിലെത്തും. സ്പോർട്സ് ആക്ഷൻ മോഡിൽ ഒരുങ്ങുന്ന മാസ് എന്റർടൈനർ ചിത്രത്തിന്റെ ടൈറ്റിൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പ്രേം നസീർ സുഹൃത്ത് സമിതി 7ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. നടൻ ജഗദീഷിന് ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം. മികച്ച നടനായി വിജയരാഘവനെയും മികച്ച ചിത്രമായി കിഷ്കിന്ധാ കാണ്ഡവും തെരഞ്ഞെടുത്തു. വൈറൽ ട്രെൻഡ്സ്. ഓറഞ്ച് ക്യാറ്റിന് ശേഷം വൈറലായി ഓറഞ്ച് ഡോഗ് AI വീഡിയോ. കാനഡയിൽ നിന്നുള്ള അതിമനോഹരമായ ദൃശ്യം പകർത്തിയത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഫ്രാങ്ക്. വൈറലായി അധ്യാപകരുടെ ഡാൻസ് റീൽ. ഇഞ്ചക്ഷൻ പേടിച്ച് കരഞ്ഞ ഒരു നായ്ക്കുട്ടി. വീഡിയോയ്ക്ക് ലഭിച്ചത് ലക്ഷക്കണക്കിന് വ്യൂസ്. ഫാക്ട് ചെക്ക്. മ്യാൻമർ ഭൂചലനത്തിൽ തകർന്ന പാലം എന്ന പേരിൽ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. 2018-ൽ തായ്വാനിലുണ്ടായ ഭൂചലനത്തിൽ തകർന്ന പാലത്തിന്റെ ദൃശ്യമാണ് തെറ്റായ വിവരണത്തോടെ പ്രചരിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. ഗസയിൽ ആക്രമണം തുടർന്ന ഇസ്രയേൽ. 24 പേർ കൊല്ലപ്പെട്ടു. റഫേലും ഇസ്രയേൽ ആക്രമണം. ഈജിപ്തിലും ഖത്തറും നിർദ്ദേശിച്ച പുതിയ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതായി ഹമാസ്. പിന്നാലെ ബദൽ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. 33,700 കോടിയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. US ആക്രമണത്തിൽ ഹൂതികളുടെ സൈനിക ആസ്ഥാനം തകർന്നു. ആക്രമണത്തിന്റെ ദൃശ്യം പുറത്തുവിട്ട് അമേരിക്ക. വിവരം സ്ഥിരീകരിക്കാതെ ഹൂതികൾ. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് 2 വിമാനങ്ങൾ കൂടി മ്യാൻമറിലെത്തി. 60 ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ കൂടി മ്യാൻമറിലെത്തിച്ചു. ഇന്ത്യയിൽ നിന്ന് 118 അംഗ മെഡിക്കൽ സംഘവും മ്യാൻമറിൽ. ആലുവയിൽ MDMA പിടികൂടി. അലങ്ങാട് വാടകയ്ക്ക് താമസിച്ചു വരുന്ന ഷാജിയിൽ നിന്ന് 47 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തത്. ആശമാർക്ക് ഓണറേറിയം കൂട്ടാൻ കോൺഗ്രസ് സർക്കുലർ. കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കുലർ നൽകി KPCC അധ്യക്ഷൻ. അപ്രായോഗികമെന്ന തദ്ദേശ മന്ത്രിയുടെ നിലപാട് തള്ളിയാണ് കോൺഗ്രസിന്റെ നീക്കം. 100 ന്യൂസ് പൂർണ്ണമാവുകയാണ്.